ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വറുത്തരച്ച മുട്ടക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഇവിടെ ഞാനൊരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2.5 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീ ലോ ഫ്ലെയിമിലിടുക. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 4 പീസ് ചെറിയ പട്ട, ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ 2 സ്പൂണ് മല്ലി, അതിൻ്റെ കൂടെ ഒരു 5 പിരിയൻ മുളക്, കാശ്മീരി മുളകാന്ന് പറയും. ഇതിന് നല്ല എരിവുണ്ടാവും. കാശ്മീരി മുളക് പൊടിക്കാണ് എരിവ് കുറവ്, മുളകിന് നല്ല എരിവുണ്ടാവും. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ ഒരു 5-8 വെള്ളുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമ്മൾക്ക് ഒന്ന് ചുവക്ക വറുത്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 സ്പൂൺ തേങ്ങ ചിരവിയത് മാത്രം, വളരെ കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്താൽ മതി. ആ മസാല കുത്തലൊക്കെ ഒന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മാത്രം തേങ്ങ ചേർക്കുന്നത്. അത് ചേർത്ത് നല്ലതുപോലെ ചുവക്ക വറുത്തെടുക്കുക. ഈ ഘട്ടത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി ചൂട് അല്പം ഒന്ന് ആറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറ് ഞാൻ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കാതെ തന്നെ ഇത് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ കിട്ടും. ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2 പച്ചമുളക് കീറിയതും കൂടി അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അല്പം പൊടിയുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വഴന്ന് വരാനും കൂടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റി നല്ലപോലെ സെറ്റായി വരട്ടെ. ഈ സമയത്ത് നമ്മൾക്ക് ഒരു തക്കാളി, അതായത് ഒരു വലിയൊരു തക്കാളി തന്നെ നമ്മൾ ഇതേപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി. നല്ല അടിപൊളിയായിരിക്കും ഈ മുട്ടക്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ തക്കാളി സവാള എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ നേരത്തെ കാശ്മീരി മുളക് ചേർത്തുകൊണ്ട് തന്നെ എരിവുണ്ടാവും. അപ്പോൾ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി. ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് നല്ലപോലെ തിളച്ചതാ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച മസാല കൂട്ട് ചേർത്ത് കൊടുക്കണം. അത് നേരിട്ട് അങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിൽ കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊക്കെ അതിലേക്ക് ചേർന്ന് പിടിച്ചോളും. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഗ്രേവിക്ക് തിക്കിനനുസരിച്ച് ഇപ്പോൾ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഗ്രേവിക്ക് ഇതേപോലെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മസാലകളെല്ലാം നമ്മളത് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഗ്രേവി എല്ലാം നല്ലതുപോലെ തിളച്ച മസാലയും സവാളയും തക്കാളിയും എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം കോഴിമുട്ട നന്നായി വരഞ്ഞ് തോലെല്ലാം പൊളിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ മുട്ടക്കറിയാണ്. തികച്ചും നാടൻ സ്റ്റൈലായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/4 സ്പൂണിലധികം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു കൈപ്പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ കറിയുടെ കളറും എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. ചപ്പാത്തി, അപ്പം, പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കറിയായിരിക്കും. തികച്ചും നമ്മൾ നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു വറുത്തരച്ച മസാലക്കറിയാണ്. ഇപ്പോൾ മുട്ടയിട്ടതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് ആ മസാലയൊക്കെ ഒന്ന് കോഴിമുട്ടയിൽ നിന്ന് ചേർന്ന് പിടിക്കട്ടെ. ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നില്ലേ? അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് കഴിയും. ആ മസാലയിൽ തന്നെ നമ്മളെല്ലാ ഐറ്റംസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു രുചിയായിരിക്കും. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇന്നിപ്പോൾ ഞാനത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാറ്റിനും ഇത് നന്നായിട്ട് ചേരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.